എല്ലാവർക്കും മമ്മാസ് മലയാളി കിച്ചണിലേക്ക് സ്വാഗതം. വടുകപ്പുളി നാരങ്ങ എങ്ങനെയാണ് അച്ചാറിടുന്നതെന്ന് നമുക്ക് നോക്കാം. ഒട്ടും കയ്പില്ലാതെ സൂപ്പർ ടേസ്റ്റിൽ വടുകപ്പുളി നാരങ്ങ ഇന്ന് അച്ചാറിടുകയാണ്. അതിന് ഞാൻ പച്ച കളറുള്ള ഒരു നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. എല്ലാവരും പറയും മഞ്ഞ കളർ നല്ല പഴുത്ത നാരങ്ങ വേണമെന്ന്. ഒരാവശ്യമില്ല. എനിക്ക് മനസ്സിലാക്കിയേക്കുന്നത് ഇങ്ങനെ നല്ലപോലെ മൂത്ത് വിളഞ്ഞ എന്നാൽ തൊണ്ട് മഞ്ഞ കളറാകാത്ത നാരങ്ങ എടുത്ത് അച്ചാറിടുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തുടച്ചെടുക്കണം. കാരണം ഒട്ടും വെള്ളം ഇതിൽ ഇരിക്കാൻ പാടില്ല. വെള്ളം ചേർത്താലാണ് നാരങ്ങ പെട്ടെന്ന് കേടാകുന്ന അച്ചാർ. അതുകൊണ്ട് വെള്ളമില്ലാതെ ഞാൻ കഴുകി തുടച്ച് വൃത്തിയാക്കിയെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ നാരങ്ങ അരിയുമ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി അരിയുന്നതാണ് ഏറ്റവും നല്ലത്. കണ്ടോ, അതിന് ഉപ്പും മുളകും ഒക്കെ പിടിക്കാൻ എപ്പോഴും നല്ലത് ചെറിയ കഷ്ണങ്ങളാണ്. ഇത് ഞാൻ തലേദിവസം വൈകുന്നേരമാണ് അരിഞ്ഞത്. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് ഈ ഉപ്പും നാരങ്ങയും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മൂടി വയ്ക്കണം. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് ഞാനിതെടുത്ത് അച്ചാറിടുന്നത്. അപ്പം നമ്മുടെ ഈ പച്ച കളറ് ആ തൊണ്ടിൻ്റെ എല്ലാം ഒന്ന് വാടി അതിൻ്റെ കളറൊക്കെ മാറി ഒരു മഞ്ഞ കളറായിട്ടിരിക്കും. അപ്പം പഴുത്ത നാരങ്ങായ ആ മഞ്ഞ കളറുള്ള നാരങ്ങായ എങ്ങനെ അച്ചാർ ഇടുന്നു ആ ടേസ്റ്റിലാണ് ഇതും വരുന്നത്. നല്ല ഒട്ടും കയ്പില്ലാതെ. പച്ചത്തൊണ്ടായതുകൊണ്ട് കഴിക്കുമെന്ന് ചിന്തിക്കേണ്ട, ഒട്ടും കയ്പില്ല. തലേ ദിവസം ഞാൻ മൂടി വെച്ചു. പിറ്റേ ദിവസം എടുത്തപ്പോൾ നമുക്ക് നോക്കാം. കണ്ടോ, നന്നായിട്ട് അതിൻ്റെ തൊണ്ടെല്ലാം കളറെല്ലാം മാറിയിരിക്കുന്നത് ഇതുപോലെ ഇരിക്കും. ഇത് കുറച്ച് സമയം കൂടെ ഇപ്പം ഞാൻ രാവിലെ എടുത്ത് അച്ചാറിടുവാണ്. ഇത് വൈകുന്നേരം ആകുമ്പോഴാണ് നന്നായിട്ടും ഇത് കളറ് ആ തൊണ്ട പഴുത്ത പോലെ തന്നെ ആ മഞ്ഞ കളറായിട്ട് വരും. ഇനി അച്ചാറിടാനായിട്ടൊരു ചീനച്ചട്ടി ഞാൻ അടുപ്പ് വെച്ചു. അതിൽ നല്ലെണ്ണയാണ് ഏത് അച്ചാറിടുമ്പോഴും ഏറ്റവും നല്ലെണ്ണയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ലെണ്ണയ്ക്കകത്ത് അച്ചാറിട്ടാൽ വളരെ കാലം കേടുകൂടാതെ സൂക്ഷിക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ 1 സ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. ആ കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു 15 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴന്ന് കഴിയുമ്പോൾ പയ്യൊന്ന് കളറ് മാറാൻ തുടങ്ങി കഴിയുമ്പോൾ ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നു. എല്ലാം നമ്മൾ ഇത് ചെയ്യുമ്പോൾ സിമ്മേ വെച്ച് വേണം ചെയ്യാൻ. ഇനി ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കളറൊന്ന് മാറി പയ്യൊന്ന് ചുമന്ന് വരുന്ന സമയത്താണ് ഇതിലേക്ക് ഇനി കുറച്ച് കാന്താരി മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏതച്ചാറിനും കാന്താരി മുളക് നല്ലതല്ലണമല്ലോ. അപ്പം കുറച്ച് കാന്താരി മുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. കാന്താരി എണ്ണയ്ക്കകത്ത് കുറച്ച് സമയമാകുമ്പോഴത്തേനും അറിയാം പൊട്ടിത്തെറിക്കുമെന്ന്. അങ്ങനെ പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സ്റ്റൗവ് ഓഫാക്കണം. ഓരോന്ന് പൊട്ടാൻ തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ സ്റ്റൗവ് ഓഫാക്കി. ഇനി ഇതിന് വേണ്ട പൊടികളിടാം. 1 സ്പൂണ് എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നു. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം എല്ലാം കൂടെ. എന്നിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണം. നന്നായിട്ടൊരു ബ്രൗൺ കളറ് ആയി വരുന്ന സമയത്ത് വേണം നമുക്കിനി ഇതിലേക്ക് ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാൻ. കളറൊക്കെ മാറി വന്ന് കണ്ടോ. കരിഞ്ഞു പോകാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം സ്റ്റൗവ് ഓഫാക്കിയേക്കുമല്ലേ. ഇനി ഒരു 3/4 സ്പൂണ് ഉലുവപ്പൊടി, ഒരു 3/4 സ്പൂണ് കായംപൊടി ഇതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നു. നമ്മൾ ഏത് അച്ചാറിടുമ്പോഴും വെള്ളം ചേർക്കാതെ നമ്മൾ ഇട്ടെങ്കിൽ മാത്രമാണ് അത് കേടുകൂടാതെ വളരെ കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമ്മൾ അച്ചാർ 2-3 ദിവസം കഴിയുമ്പം പൂത്ത് പോകുമെന്ന് പറയാതെ നമ്മൾ വെള്ളം ചേർക്കുന്നതുകൊണ്ടാണ്. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം.
നമ്മളിത് വെള്ളം ചേർക്കുന്നില്ലെന്ന് പറഞ്ഞില്ല. ഇനി നിങ്ങൾക്ക് നിർബന്ധം വേണ്ടവരാണെങ്കിൽ ഇത്തിരി ചൂടുവെള്ളം ചേർക്കാം. നമ്മൾ വെള്ളം ചേർക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കണ്ടോ, വെള്ളം ചേർത്തില്ലെങ്കിൽ ഇപ്പം തന്നെ കണ്ടോ ഇതിന് ആവശ്യത്തിനൊരു വെള്ളം ഉണ്ടല്ലോ. ഇനി ഇതിന് നമ്മൾ ടേസ്റ്റിന് വേണ്ടി നമ്മൾ കുറേ വിനാഗിരി ചേർക്കുന്നുണ്ട്. അപ്പം ഇതിന് ആവശ്യത്തിനുള്ള വെള്ളവും ആകിക്കോളും, പ്രത്യേക ഒരു ടേസ്റ്റും കിട്ടും. ഒരു കുറച്ച് വിനാഗിരി. നമ്മൾ ഇലയിലൊക്കെ അച്ചാർ തരുമ്പോൾ അറിയാമല്ലോ, അത് ഒഴുകി പോകാത്ത വിധം കട്ടിയിലല്ലേ ഇരിക്കുന്നത്. അപ്പം ആ പരുവത്തിൽ കണ്ടോ, ഇപ്പോൾ ഇതേ സൂപ്പർ ടേസ്റ്റ്, നല്ല സുന്ദരം കയ്പില്ലാത്ത വടുകപ്പുളി നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, പഴുത്ത നാരങ്ങ ഒന്നും വേണ്ട, ഇങ്ങനെ പച്ച നാരങ്ങ ഇട്ടാലും ഒട്ടും കയ്പില്ലാതെ തന്നെ നമുക്കിങ്ങനെ അച്ചാറിട്ടെടുക്കാം. ഇത് നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്കിനി ചില്ല് ഭരണിയിലിട്ട് സൂക്ഷിച്ച് വളരെ കാലം നമുക്കിത് ഉപയോഗിക്കാം. ഒട്ടും പൂത്തും പോകുകയില്ല, കേടും വരികയില്ല. അങ്ങനെ സൂപ്പർ ടേസ്റ്റിൽ കയ്പില്ലാത്ത സുന്ദരമായ അച്ചാർ ഇതാ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.